ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്റ്റ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഹൃദയത്തിൽ നിന്ന് നേരുകയാണ്. അപ്പോൾ ഇന്ന് ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതായത് സേമിയ കൊണ്ടുള്ള ഡെസേർട്ടാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി ആയിരിക്കും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ തന്നെ എനിക്ക് മറ്റൊരു സന്തോഷം കൂടി നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ട്. അതായത് നമ്മുടെ തോട്ടത്തിൽ തക്കാളി ചെടിയിൽ തക്കാളികളൊക്കെ വീണ് നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ സാധനം റെഡിയാവും. അപ്പോൾ അത് ഭയങ്കര നമുക്കൊരു സന്തോഷം തരുന്നൊരു സംഗതിയാണ്. അപ്പോൾ വീട്ടിൽ നമുക്കിങ്ങനെ ഓരോ പച്ചക്കറികളൊക്കെ നട്ട് നമുക്ക് തന്നെ വിഷാംശമില്ലാതെ നമുക്ക് വീടുകളിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്. അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യം സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 100 ഗ്രാം സേമിയ നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിട്ടൊന്ന് ചെയ്താൽ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സേമിയ ഇത് ബ്രൗൺ കളറിൽ ഏകദേശം ആയിട്ട് വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളിനി ആ ഫ്രൈയിങ് പാനിൽ തന്നെ ഒരു 1 ലിറ്ററോളം പാല് നമ്മൾ ഒഴിക്കണതാണ്. നമ്മളൊരു 1 ലിറ്ററോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പാലിലേക്ക് നമുക്കിനി അടുത്തത് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് ഏലക്ക. ഇത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കയുടെ രുചി ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. അതിനിപ്പോൾ അത്യാവശ്യം നല്ല രുചി ഉണ്ടാവുന്നതുകൊണ്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ സേമിയ. ഇതിൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര. ഞാനിപ്പോൾ ഒരു ഏകദേശം 100 ഗ്രാം പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. കസ്റ്റാർഡ് പൗഡറിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി, എങ്കിലത് ശരിക്ക് ആയി കിട്ടുള്ളൂ. ഒന്ന് പാലിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും റെഡി ആയി കിട്ടും. ഞാനിപ്പോൾ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ എടുത്തായിരുന്നു കസ്റ്റാർഡ് പൗഡർ. കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നതനുസരിച്ച് കട്ടി കൂടും അതിനുള്ള, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത്. ആദ്യം നമ്മളിങ്ങനെ ഒന്ന് പാലിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കട്ടിയായിട്ട് കിടക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് പാല് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം 3 മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാൽ ഏകദേശം ഒന്ന് ചൂടായിട്ട് തിളയൊക്കെ വരാനുള്ള ടൈം ആകുമ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതാണ് കടന്ന്. അപ്പോൾ നമ്മളൊരു ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതിയാവും. സാധനം ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സേമിയൊക്കെ നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് കാരണം വെന്ത് വരാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് സേമിയ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു സൂപ്പർ റെസിപ്പി ആയിരിക്കും ഇത്. പിന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഏകദേശം 2 to 3 മണിക്കൂറൊക്കെ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സാധനം റെഡിയാക്കി കിട്ടും. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സേമിയ കൊണ്ടുള്ള ഡെസേർട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചേക്കണാണ്. അപ്പോൾ നമ്മളിത് ഐസ്ക്രീം പോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ജെലാറ്റിൻ യൂസ് ചെയ്യാം. നമ്മളത് യൂസ് ചെയ്തിട്ടില്ല.
ഇത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അധികം സാധനങ്ങളൊന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊരു ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ വെച്ചായിരുന്നു. നമുക്കിതിന് എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് ഈ സേമിയ ഇപ്പോൾ ഓണക്കിറ്റൊക്കെ എല്ലാവർക്കും തന്നെ വീടുകളിൽ കിട്ടിയിട്ടുണ്ടാവും, ഗവൺമെൻറ് കൊടുത്ത. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ സേമിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സേമിയ തന്നെയാണല്ലോ. പിന്നെ പാലും പിന്നെ നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ സംഗതി സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഓണത്തിനൊരു വെറൈറ്റി ഡിഷ് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് അടുത്തതിലേക്ക് ഒരു പ്ലേറ്റിലും കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇട്ടിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അതുപോലെ കുറച്ച് ബദാം, കുറച്ച് കാഷ്യൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഗതി അടിപൊളിയാവും. കുറച്ച് ചെറിയും കൂടി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കൊരു ചെറിയും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം, ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്താലോ. നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്, സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ. ടേസ്റ്റ് ചെയ്യാൻ പോണേ. കിട്ടില്ല സാധനം എന്ന് പറഞ്ഞാലല്ല, കഴിഞ്ഞിട്ടുണ്ടാവും. പൊളിച്ചിട്ടുണ്ട് വെറുതെ. സൂപ്പർ ടേസ്റ്റ്. നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒക്കെ ടേസ്റ്റ് ശരിക്കും എടുത്തറിഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ സേമിയ നമ്മൾ ഫ്രൈ ചെയ്തിട്ടത്, അതുകൊണ്ടും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളി റെസിപ്പി. അതുപോലെ നമ്മൾ ഏലക്കൊക്കെ പൊടിച്ചിട്ട് അതിൻ്റെയൊക്കെ രുചി ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓ, സൂപ്പർ റെസിപ്പി, രക്ഷയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ. ഓണത്തിനൊരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള സേമിയ പുഡിംഗ്, സേമിയ ഡെസേർട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും എല്ലാ ഭാവങ്ങളും നേരുകയാണ്. നല്ലൊരു സമ്പൽ സമൃദ്ധിയായുള്ള ഓണം എല്ലാവർക്കും ആഘോഷിക്കാനിടയാകട്ടെ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കാനാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവർക്കും ഓണാശംസകൾ.